രണ്ട് മക്കളുണ്ട്, 13 വയസ്സും 9 വയസ്സുള്ള. ഇനി അവരെ വളർത്തിയെടുക്കണ്ടേ, അവർക്ക് നീതി കിട്ടണം. അവരെ വളർത്തി ഇനി തന്തയിട്ടെല്ലാം വളർത്തിയെടുക്കാൻ പറ്റും, അവർക്ക് നീതി കിട്ടണം. അത്രേ ഉള്ളൂ നമുക്ക്. മോഹം പോയാൽ പോയി, പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യണം. കുണ്ടറയിലെ സിയാദിൻ്റെ ഉമ്മയും ഉപ്പയും മീഡിയാവിനൊപ്പം ചേരുകയാണ്. അപ്പോൾ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. അപ്പം പോലീസ് ഈ വിഷയം അന്വേഷിക്കുന്നുണ്ട്. അപ്പം എന്താണ് രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് എന്താണ് നിങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്? നമുക്ക് നീതി കിട്ടണം സാറേ, നീതി കിട്ടണം. രണ്ട് മക്കളുണ്ട് അവന്, ഇതാ വയ്ക്കുന്നത്. ഇനി വാ ശാന്തിയെ, രണ്ട് മക്കളുണ്ട്, 13 വയസ്സും 9 വയസ്സുള്ള. ഇനി അവരെ വളർത്തിയെടുക്കണ്ടേ, അവർക്ക് നീതി കിട്ടണം. അവരെ വളർത്തി ഇനി തന്തയിട്ടെല്ലാം വളർത്തിയെടുക്കാൻ പറ്റും, അവർക്ക് നീതി കിട്ടണം. അത്രേ ഉള്ളൂ നമുക്ക്. മോഹം പോയാൽ പോയി, പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യണം. അതായത് പിന്നെ ഈ പോലീസ് സിയാദിനെ മർദ്ദിച്ചെന്ന ആരോപണത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്? ഉറച്ചിരിക്കുക. ഞങ്ങൾ പോലീസുകാർ ഇടിച്ച് അവനെ ഇല്ലാതാക്കിയതാണ്. അല്ലാതെ എൻ്റെ മോനിക്ക് ഒരു അസുഖവും ഇല്ലായിരുന്നു, ഒരു വകയില്ലായിരുന്നു. മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ലായിരുന്നു അവന്. ഞങ്ങൾക്കറിയാം, ഒരു ആരോഗ്യ പ്രശ്നം. ഈ ഇടി ഉണ്ടായതിന് ശേഷമാണ് അവൻ ആകെ വീണു പോയത്. ഒറ്റ ദിവസം അവിടെ കിടക്കത്തില്ലായിരുന്നു, നല്ല ഉഷാറായിട്ട് നടന്നതാണ്. ഒരു കുഴപ്പവും ഇല്ലായിരുന്നു അവന്. അവൻ ഈ ഇടി കൊണ്ടതിന് ശേഷമാണ് അവൻ ആഹ ഇതായി പോയത്, വീണു പോയത് അവൻ. അങ്ങനെ സെറ്റ് 8 ദിവസം അവൻ ഒരു ഇടിയപ്പം നിന്ന് ആഹാരം പോലും ഇറങ്ങാതെ കിടന്ന്, ആഹാരം പോലും കഴിച്ചില്ല 8 ദിവസം കൊണ്ട്. ഉമ്മയുടെ അടുത്ത് ഇങ്ങനെ പോലീസുകാർ മർദ്ദിച്ചാൽ ഉമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? പാപ്പായെ പേടിയാ മോനിക്ക്, പാപ്പ പ്രശ്നമാണ്. എൻ്റെ അടുത്ത് എങ്ങനെ ചോദിച്ചു വെച്ചെന്ന് ഈ ഒരു വാക്കെൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ പോലീസ് ആൾ മാറി ഇടിച്ചുമ്മാന്ന് പറഞ്ഞു, വേറെ ഒന്നും പറഞ്ഞു. വേദന കൊണ്ട് സഹിക്കാൻ വയ്യ, നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഈ ഇടിച്ചതിന് ശേഷം മോനിക്ക് ഇങ്ങനെ സംഭവിച്ചത്, അല്ലാതെ എൻ്റെ മോനെ രസമുള്ളതല്ല. രണ്ടുപേർ താങ്ങിയല്ല അവിടെ കൊണ്ട് കിടത്തുന്നത്, മൂത്രം എടുക്കാൻ തന്ത പിടിച്ച എൻ്റെ മോൻ ഇങ്ങനെ വന്ന് ഞാൻ കണ്ടിട്ടില്ല. ഒരു ഗുളിക കഴിക്കത്തില്ല, ഒരു പനി വന്നിട്ടില്ല. രോഗി ഞങ്ങൾ രണ്ടുമായിരുന്നു. മുമ്പ് ഈ പ്രശ്നത്തിന് മുമ്പ് സിയാദിന് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു? അവൻ വണ്ടിയിലൊക്കെ പോകുന്ന മോനായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു മുന്നിട്ട്. അതുകൊണ്ടല്ലേ നമുക്ക് അറിഞ്ഞുകൂടായിരുന്നല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പറഞ്ഞെങ്കിലല്ലേ നമുക്ക് അറിയാനൊക്കെ. നമ്മളിവിടെങ്കിലും കൊണ്ടുപോകും, കാണിക്കടിക്കും. ഇത് തന്നെ എന്ത് പാടുപെട്ട് ഞങ്ങൾ കൊണ്ടുപോയി നടക്കാനൊന്നും വയ്യ. മൂത്രമൊക്കെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയി. ട്രിപ്പിടാൻ സമ്മതിക്കത്തില്ല. ഇഞ്ചക്ഷൻ വെച്ചാൽ വേദനയായിപ്പോയി മൊത്തത്തിൽ, തലയ്ക്ക് വരെ. താലൂക്ക് ആശുപത്രി കാണിച്ച് ഡോക്ടർമാർ എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല, അവൻ്റെ അല്ല പറഞ്ഞു. അവൻ പറഞ്ഞ് വാപ്പ അങ്ങോട്ട് മാറിയില്ലേ, ഞാൻ ഡോക്ടറെ അടുത്തൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞ് ഞാൻ പറഞ്ഞു എന്തുവാ വാപ്പാടുത്ത് പറയാത്ത കാര്യം ഡോക്ടറെ അടുത്ത് എന്തുവാണ് പറയുന്നത്? അത് ഒന്നുമില്ല വാപ്പ, ഞാൻ ഡോക്ടറുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. ആ ഡോക്ടറെ അടുത്ത് എന്താ പറഞ്ഞതെന്നൊന്നും നമുക്കറിഞ്ഞൂടാ. അവിടെ ഡോക്ടർമാർ ഈ വയലിന് പൊട്ടലുള്ള കാര്യം പറഞ്ഞിരുന്നോ? അല്ല, ഡിസ്ട്രിക്റ്റിലാണ് പറഞ്ഞത്. അതായത് കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരാണ് വയലിന് പൊട്ടലുള്ള കാര്യങ്ങൾ പറഞ്ഞത്. എക്സ്റേ എടുത്തപ്പോൾ പറഞ്ഞ് വേദന ഉണ്ടെന്ന് ചോദിച്ചു. ഇവിടെ വേദന സാറേ എന്ന് പറഞ്ഞ്. അപ്പോൾ നെഞ്ചും വേദന ഉണ്ടെന്ന് പറഞ്ഞു. ECG എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോഴവൻ പറഞ്ഞു എനിക്കിതാ ഈ സൈഡ് വേദന ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഇങ്ങനെ വേദന ഉണ്ടെന്ന് പറഞ്ഞ് എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തുകൊണ്ട് വന്നപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു വാരിയലിന് പൊട്ടലുണ്ട് എന്ന് പറഞ്ഞു. വാരിയലിന് പൊട്ടൽ വന്നപ്പം പിന്നെ അലർജിയുടെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച്. അപ്പോഴത്തേക്ക് അവർ 500 രൂപയുടെ ഒരു സ്റ്റിക്കർ മേടിച്ച് ഇവിടെ ഒട്ടിച്ചിട്ട് പറഞ്ഞ് 4-5 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. 5 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ചെന്നപ്പോൾ മറ്റേ ശ്വാസകോശത്തിൻ്റെ ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ വന്നേല്ലേ, നിങ്ങൾ കഴിഞ്ഞ ആഴ്ച അഡ്മിറ്റ് ആവാൻ പറഞ്ഞല്ലേ, നിങ്ങൾ അഡ്മിറ്റ് ആവാതെ പോയല്ലേ, ഇനിയിപ്പോൾ ഞാൻ അഡ്മിറ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവനും വയ്യ, ശ്വാസം വിടാൻ വയ്യ. അങ്ങനെ അവരെ ഡെസ്കിലങ്ങ് കിടന്നു. അത് കണ്ടപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു എന്തായാലും അഡ്മിറ്റ് ചെയ്ത് നേരെ വാർഡിൽ കൊണ്ട് കിടത്തിയിട്ട് 3 മണിയായപ്പോൾ ഇവർ വന്നു ഡോക്ടർ. അപ്പോൾ ഇവൻ്റെ വെള്ളം കെട്ടിക്കിടക്കുന്നതൊന്ന് കുത്തിയെടുക്കട്ടെ എന്ന് പറഞ്ഞു. കുത്തിയെടുക്കട്ടെ എന്ന് പറഞ്ഞപ്പം അവർ വന്ന് ഞങ്ങളെ മുമ്പിൽ വെച്ചാൽ കുത്തിയത്, സിറിഞ്ച് വെച്ച് കുത്തിയപ്പോൾ പഴുപ്പാണ് വന്നത്. അപ്പോഴത്തേക്ക് അവർ അവിടുന്ന് റെഫർ ചെയ്ത് 108 ആംബുലൻസ് വിളിച്ച് ഞങ്ങൾക്ക് തന്ന്, ഈ ആംബുലൻസിനകത്ത് നിങ്ങളങ്ങ് പോയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ ചെന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർമാർ പറഞ്ഞിരുന്നു വയലിന് പൊട്ടലുണ്ടെന്നുള്ളത് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. എക്സ്റേയിലടക്കം വ്യക്തമായിരുന്നു. എക്സ്റേയിൽ വരെ വ്യക്തമായിരുന്നു. എക്സ്റേ എടുത്തേക്കാൻ പറഞ്ഞതിന് ശേഷമാണ് എക്സ്റേ നോക്കിയിട്ടാണ് പറഞ്ഞത് വാരിയലിന് പൊട്ടലുണ്ടെന്ന്. അങ്ങനെ നേരെ ഞങ്ങൾ പിന്നെ ഇവിടെ കൊണ്ടുപോയി സർജനെ കാണിച്ചപ്പോഴാണ് പറഞ്ഞ് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് തന്ന്. പിന്നെ 5 ദിവസം കഴിഞ്ഞപ്പോൾ കൊണ്ടുചെന്ന് 5 ദിവസം കഴിഞ്ഞ് നിങ്ങൾ വരാൻ പറഞ്ഞു. 5 ദിവസം കഴിഞ്ഞ് കൊണ്ടു ചെന്നപ്പം ഈ പിന്നെ ഡോക്ടർ അഡ്മിറ്റാക്കിയപ്പം ഇവർ അഡ്മിറ്റ് ആക്കത്തില്ല എന്ന് പറഞ്ഞതാണ്. എന്നിട്ട് നമ്മൾ കരച്ചിലൊക്കെ കൊണ്ട് അഡ്മിറ്റാക്കി. അപ്പോഴേ അവർ പറഞ്ഞ് വെള്ളം കെട്ടിക്കിടക്കുക, ഒന്ന് കുത്തിയെടുക്കണമെന്ന് പറഞ്ഞു. കുത്തിയെടുത്തപ്പോൾ പഴുപ്പാണ്. അപ്പോഴവിടുന്ന് അവർ പറഞ്ഞ് ഇവിടെ പറ്റത്തില്ല, ഇങ്ങനെ സംവിധാനമൊന്നുമില്ല,
നേരെ മെഡിക്കലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ മെഡിക്കലിൽ കൊണ്ടുപോയി. 3 ദിവസം മയക്കി വന്നിട്ടും മയങ്ങുന്നില്ല. 3-ാമത്തെ ദിവസം ഇവനെ വെന്റിലേറ്ററിൽ കൊണ്ടുപോയി. തള്ളാടുന്ന നിലവിളിച്ച് ചുമച്ച് തുപ്പിയതെല്ലാം പഴുപ്പ്. അവസാനം അവന് വെപ്രാളം കയറി തള്ളാടുന്ന നിലവിളിച്ച് വന്നപ്പോഴത്തേക്ക് ഡോക്ടർമാരെല്ലാം ഓടി വന്നിട്ട് പറഞ്ഞ് കണ്ടീഷൻ മോശമാണ്, നേരെ വെന്റിലേറ്ററിൽ കൊണ്ടൊക്കെ ആക്കി. പിറ്റേന്ന് രാവിലെ മരിച്ച്. ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. അങ്ങ് കറുത്ത് ഒരുമാതിരി ആശ്വാസം കിട്ടുന്നില്ലായിരുന്നു. ഡോക്ടർമാരെ വിളിച്ചാൽ മെഡിക്കലെന്ന് പറഞ്ഞാലും പോരാ, ഡോക്ടർമാർ വരാൻ പാടായിരുന്നു. കിടന്ന് എല്ലാം വിളിച്ച് എല്ലാവരും കൂടെ ഓടിയൊന്നും കൊണ്ടുപോയത്. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ എന്തെങ്കിലും പറഞ്ഞിരുന്നു തിരുവനന്തപുരത്ത്? എന്തെങ്കിലും ഇങ്ങനെ പൊട്ടലുള്ള കാര്യം പറഞ്ഞു? പൊട്ടലുള്ള കാര്യമല്ല, മൊത്തം ഇൻഫെക്ഷനായി പോയെന്ന് പറഞ്ഞു. അപ്പോഴേ ഇവിടുത്തെ പൊട്ടലിൻ്റെ ആയിരിക്കും ഇൻഫെക്ഷൻ ആയത്, അല്ലാതെ ഇൻഫെക്ഷൻ ആവേണ്ട കാര്യമല്ലല്ലേ. അല്ലാതെ ഒരു പനിയൊന്നും വന്നിട്ടില്ല അവൻ. അതായത് ഈ പ്രശ്നത്തിന് മുമ്പ് പനിയോ കാര്യങ്ങൾ മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല? ഒരു പ്രശ്നവുമില്ല. നല്ല വയറിളക്കം നടന്ന കൊച്ചി ഇറക്കാനല്ലേ അവൻ. ഒരു പ്രശ്നവുമില്ലായിരുന്നു. ആ ഡോക്ടർ തന്നെ ചോദിച്ചു, 36 വയസ്സുള്ള ഈ കൊച്ചി ഇറക്കാനല്ലേ, ഇത് എന്തുവാ സംഭവിച്ചതെന്ന് ആ ഡോക്ടർ ചോദിച്ചു. 36 വയസ്സാവും, അടുത്ത മാസം ആകുമ്പോഴേ 36 വയസ്സാകത്തുള്ളവന്. നല്ലൊരു ഡ്രൈവറായിരുന്നു. ഇത്രയും പിള്ളേരെ കൊണ്ട് പഠിപ്പിച്ച ഒരു മോനാണെന്നറിയാമോ. എന്താണ്ട് ഇങ്ങനെ പോയി. ഇപ്പം നിലവിൽ പിന്നെ ആർക്കെങ്കിലും മുഖ്യമന്ത്രിക്കോ ഡി ജി പിക്കോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാർക്കോ പരാതി കൊടുക്കാനുള്ളൊരു നീക്കമുണ്ടോ? പരാതി ഇപ്പോൾ വിശ്വനാഥ് വന്ന് ഞങ്ങളൊരു പരാതി കൊടുത്തിട്ടുണ്ട്, ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. ഇനി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കണം, ഡി ജി പിക്കും കൊടുക്കണം. അത് നമുക്ക് നീതി കിട്ടണ്ടേ, നമ്മളെ പിള്ളേരെ വളർത്തണ്ടേ. ഈ 2 കുഞ്ഞുങ്ങളെന്തോ ചെയ്യും, ഒരു വലുതാവണ്ടേ, വലുതാക്കണ്ടേ. നമ്മൾ അതിൻ്റെ നീതിക്ക് വേണ്ടി നമ്മൾ പോരാടും. ഒന്നുമില്ല, അവര് പോലീസുകാർ ഇടിച്ചൊന്നുമില്ല. എല്ലാവരും രോഗം വന്ന് മരിച്ചാണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു, നമ്മൾ ക്ഷമിക്കാം. എൻ്റെ മോനെ ഇന്ന അസുഖം വന്ന് മരിച്ചു. പക്ഷെ എൻ്റെ മോന് ഒരു അസുഖം വന്ന് ഇതായതായിരുന്നു. മോനെ ഇടിച്ചവർ ഇത്രയും ചെയ്തില്ല. ഇത്രയും പേര് കേട്ടൊന്നും ആ വണ്ടിക്കകത്തോട് നിലവിളിച്ചത്. അതിനെതിരെ മറ്റു കേസുകളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല, ഒരു കേസുമില്ല. അങ്ങനെയുള്ള പ്രശ്നക്കാരനും അല്ല അവൻ. ഈ ഇവിടെയുള്ള മൊത്തം ആൾക്കാർക്കും അറിയാം അങ്ങനെയുള്ള പ്രശ്നക്കാരനേ അല്ല. അയ്യോ ഭാവി അവൻ, ഇവിടെ എല്ലാവർക്കും അറിയാം. സിയാദിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മുൻപ് ആവർത്തിച്ച ആരോപണങ്ങൾ വീണ്ടും സിയാദിന്റെ രക്ഷിതാക്കൾ ആവർത്തിക്കുകയാണ്. അത് പോലീസിന്റെ മർദ്ദനം തന്നെയാണ് ഈ മരണത്തിന് കാരണം. സിയാദിന്റെ വാരിയലിന് പരിക്കുണ്ടായതായി ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരടക്കം സാക്ഷ്യപ്പെടുത്തിയിരുന്നു എന്നാണ് സിയാദിന്റെ രക്ഷിതാക്കൾ മീഡിയ വണ്ണിനോട് സൂചിപ്പിച്ചിട്ടുള്ളത്. അതായത് ഇതിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് സിയാദിന്റെ മാതാപിതാക്കൾ മീഡിയ വണ്ണിനോട് സൂചിപ്പിച്ചിട്ടുള്ളത്. ബിജു മടവൂരിനൊപ്പം അനിൽ കാസേദ്, മീഡിയ വൺ, കൊല്ലം.